തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഡാം. 1996 കമ്മീഷൻ ചെയ്ത് നിലവിൽ വന്ന എർത്ത് ഡാം. ചാലക്കുടി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചിമ്മിനി ഡാമിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പാലിപ്പള്ളി ജംഗ്ഷൻ വന്നിട്ടാണ് ചിമ്മിനി ഡാമിലേക്ക് നമ്മൾ പോകുന്നത്. ഇത് ശരിക്കും ഈ റൈഡിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. ആദ്യത്തെ വീഡിയോയിൽ മലയാറ്റൂർ വഴി വെറ്റിലപ്പാറ വന്ന് കാലടി പ്ലാന്റേഷൻ്റെ അകത്തോടെയുള്ള യാത്രയുടെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മൾ വെള്ളിക്കുളങ്ങര വഴി ചൊക്കന ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് രണ്ടാമത്തെ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചിമ്മിനി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്കുള്ള ട്രാവൽ വീഡിയോയും അതുകൂടാതെ നമ്മൾ അവിടെ ചെന്ന് അഡീഷണൽ ടിക്കറ്റ് എടുത്ത് പോയ ചൂരത്തല ഫോറസ്റ്റ് ട്രക്കിങ്ങിൻ്റെയും കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൻ്റെ അകത്തുകൂടിയാണ്. ഈ റബ്ബർ പ്ലാന്റേഷൻ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരു തുറന്ന ഓപ്പൺ ഏരിയ കാണാം. ഇതാണ് ഈ ചിമ്മിനി യാത്രയുടെ മെയിൻ ഹൈലൈറ്റ്. ഇതാണ് ചിമ്മിനി വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ മെയിൻ എൻട്രൻസ്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ. ഒരു അഡൽറ്റിന് 20 രൂപയും സ്റ്റുഡൻസിന് 15 രൂപയുമാണ് ടിക്കറ്റ് റേറ്റ്. അതുകൂടാതെ 2 വീലേഴ്സിന് 50 രൂപയും 4 വീലേഴ്സിന് 100 രൂപയുമാണ് പാർക്കിംഗ് ചാർജ്. അപ്പോൾ എനിക്ക് ഏകദേശം 70 രൂപയാണ് ഇവിടെ എൻട്രൻസിൻ്റെ ഇവിടെ ടിക്കറ്റിനായത്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 4:30 വരെയാണ് ഇവിടെ കയറ്റി വിടുന്ന സമയം. ഇതുകൂടാതെ ക്യാമറയ്ക്ക് നമ്മൾ എക്സ്ട്രാ ചാർജ് വേറെ ഉണ്ടായിരിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങോട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ യാതൊരു തരത്തിലുള്ള മൊബൈൽ നെറ്റ്വർക്കും ഉണ്ടായിരിക്കുന്നതല്ല. അതുമാത്രമല്ല ഈ എൻട്രി പോയിന്റിൽ ക്യാഷ് പേയ്മെൻറ്റ് തന്നെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് വരുന്നവർ അത്യാവശ്യം ക്യാഷ് കയ്യിൽ കരുതേണ്ടതാണ്. നമ്മൾ തൊട്ട് മുന്നേ എടുത്ത ടിക്കറ്റ് കൊണ്ട് നമുക്ക് ഈ ഡാമിൻ്റെ ഈ റിസർവോയർ പോയിൻ്റ് വരെ വരാം. പക്ഷേ ഇത് മാത്രമല്ല, ഇത് കൂടാതെ ഒരുപാട് അഡീഷണൽ പ്രോഗ്രാംസ് ഫോറസ്റ്റുകാർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ട്രെക്കിംഗ്, കൊട്ടവഞ്ചി സവാരി, സൈക്ലിംഗ് പ്രോഗ്രാം, ഇതിനൊക്കെ നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് വേറെ എടുക്കേണ്ടി വരും. അതിനൊക്കെയുള്ള ടിക്കറ്റ് നമുക്ക് തൊട്ടടുത്തുള്ള കൗണ്ടറിൽ നിന്ന് എടുക്കാം. ഇവിടെ നമുക്ക് വൈഫൈ ലഭ്യമാണ്. അത് യൂസ് ചെയ്ത് ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിലും നടത്താം. ഞാൻ ചൂസ് ചെയ്തത് ചൂരത്തല ഫോറസ്റ്റ് ട്രക്കിംഗ് ആണ്. കാട്ടിലൂടെ ഏകദേശം 6 കിലോമീറ്റർ കവർ ചെയ്ത് 3 മണിക്കൂറും കൊണ്ടാണ് ഈ ട്രക്കിംഗ് പ്രോഗ്രാം തീരുന്നത്. ഏകദേശം വൈകുന്നേരം 3 മണി വരെയാണ് ലാസ്റ്റായിട്ട് ഇവർ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നത്. ഈ വഴി നേരെ ചെന്ന് അവസാനിച്ച് അവിടെ കൊണ്ട് പാലക്കാട് മംഗലം ഡാം എത്തും. നമ്മൾ ഈ പോയിന്റ് എൻ്റെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ പാലക്കാടായി മംഗലം ഡാം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നെല്ലിയാമ്പതി ഒരു 13 കിലോമീറ്റർ. അതിൻ്റെയും തൊട്ടപ്പുറത്തായിട്ട് പറമ്പുകളും വരും. ഇങ്ങോട്ടും 13 കിലോമീറ്റർ. ഈ ലെഫ്റ്റ് സൈഡ് ഒരു 9 കിലോമീറ്റർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പീച്ചി ആയിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്ന ഫോറസ്റ്റാണ്. അപ്പോൾ എല്ലാം ആനിമൽസ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടല്ലേ? അപ്പോൾ ടൈഗറൊക്കെ വരുന്നത് നമുക്ക് പറങ്കിക്കുളത്തുനിന്നൊക്കെ.
നമുക്ക് എല്ലാ ടൈപ്പ് ആവാസ വ്യവസ്ഥയുണ്ട് ചെമ്മണിയിൽ. ഇപ്പോൾ നെല്ലിയാമ്പതി എന്ന് വരയാടുകൾ വന്നു പോക്കുണ്ട്, സ്ഥിരമായിട്ടില്ല. കാരണം നമുക്കിവിടെ ഒരു 58% നിത്യഹരിത വനങ്ങളാണ്. പിന്നെയാണ് മറ്റുള്ള കാടുകൾ വരുന്നത്. ഇപ്പോൾ ചിന്നാറിൽ കാണുന്ന ഡ്രൈ ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്, പിന്നെ ഈ പാറക്കെട്ടുകളുണ്ട്, ഷോള ഫോറസ്റ്റ് ഉണ്ട്, ഇങ്ങനെ എല്ലാ ആവാസ വ്യവസ്ഥയുണ്ട്. സിംഹവാലം കുരങ്ങുണ്ട് ഇവിടെ, നെൽഗിരി മാറ്റി എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. ഇതൊക്കെ നെല്ലിയാമ്പതിയിൽ കാണുന്നതാണ്. അതൊക്കെ വന്ന് പോക്കുള്ളൂ, സ്ഥിരമായിട്ടില്ല. നമുക്ക് ഈ ഫോറസ്റ്റിനകത്തുള്ളതിന് എല്ലാത്തിനും കണക്കുണ്ടല്ലേ? ആ, അങ്ങനെ ഇതിപ്പോൾ ആനയുടെയും പുലിയുടെ ഒക്കെ കണക്കെടുക്കൽ പ്രാക്ടിക്കലല്ല. കാരണം ഒരു ഈ സഞ്ചാരപ്രിയരാണല്ലോ. ഒരു ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 35 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന പറയണം. ഓ, അത് ശരി. സ്ഥിരമായിട്ട് അതിന് എവിടെ ഒരു സ്ഥലമില്ല. ഇപ്പോൾ പറമ്പിക്കുളത്തുനിന്ന് വന്നു ചിമ്മിനിക്ക് കിടന്നു, ചിമ്മിനിയിൽ നിന്ന് അതിരപ്പള്ളി അങ്ങോട്ട് പോയി, അതിരപ്പള്ളിയിൽ നിന്ന് മലക്കപ്പാറ കിടന്നു, തമിഴ്നാട് കയറി, അങ്ങനെ സഞ്ചരിച്ച് ഓരോ ടൈം ആകുമ്പോൾ ഇങ്ങനെ വരും. ഓ, അപ്പോൾ ഇതിവിടെ കാണാൻ കൂടുതൽ സാധ്യതയുള്ള സമയം, കുറഞ്ഞ സമയം അങ്ങനെ വല്ലതും ഉണ്ടോ? നമുക്ക് ചാൻസ് കൂടുതലേ കാടിൻ്റെ ഉള്ളിലത്തെ വെള്ളം പറ്റില്ലേ, വേനലാകുമ്പോൾ, നല്ല വേനലാകുമ്പോൾ. അപ്പോൾ അനിമൽസ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു റിസർവോയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാറ്. അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡ്രൈ ടൈമിൽ സൈറ്റിങ്ങിന് നല്ല ചാൻസ് കൂടുതൽ. ഓക്കെ. അല്ലാത്ത സമയത്തും കാട്ടിലുണ്ടാവും അനിമൽസ്. ഇപ്പം നമ്മുടെ കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിബിലിറ്റി കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ 58% എവർഗ്രീനാണ്. ഇപ്പം ഇതിൻ്റെ അപ്പുറത്തൊരു അനിമൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. കണ്ടല്ലേ, വിസിബിലിറ്റി ഉണ്ട്. നമ്മൾ ഈ ബന്ദിപ്പൂര് കാടൊക്കെ ഉണ്ടല്ലേ, നല്ല വിസിബിലിറ്റി ഉണ്ട്. പിന്നെ ഈ ഗ്രാസ് ലാൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മീറ്ററുകൾക്കോ കിലോമീറ്റർ അപ്പുറത്തോ ഒരു ആന നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അത് ശരി. പിന്നെ ഈ സൈക്ലിംഗ് ട്രക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യത്യാസം, അതായത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് സൈക്ലിംഗ് ആണ് പോസിബിലിറ്റി. കാരണം നമ്മുടെ ശബ്ദങ്ങളും സ്മെല്ലുകളും കുറവായിരിക്കും. ഇപ്പോൾ ഒരു അനിമൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റീച്ചിങ് പെട്ടെന്നായിരിക്കുമല്ലോ, സൈക്കിളിലുള്ള റീച്ചിങ് പെട്ടെന്നായിരിക്കും. പിന്നെ സൈക്കിളിൽ പോകുമ്പോൾ ഈ പരസ്പരമുള്ള സംസാരം കുറയും. ഈ ആന, അതേപോലെ തന്നെ മാനുകൾ, പിന്നെ കുരങ്ങന്മാർ, ഇവരൊക്കെ ഒരു സെക്കൻഡ് ടെറിട്ടറി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതായത് കാട് വിട്ടും പുറത്തേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്ന അനിമൽസാണ്. അതുകൊണ്ടാണ് നമുക്ക് നാട്ടിലും കാണാൻ കഴിയുന്നത്. മയിലിനെ കാണാം, പന്നിനെ കാണാം നാട്ടും പുറത്ത്, പിന്നെ കുരങ്ങന്മാരെ കാണാം. ഇപ്പോൾ വിരുന്ന് വഴിക്കപ്പോൾ എസ്റ്റേറ്റിൻ്റെ അവിടെ ഒരു പുള്ളി പറയുകയും ചെയ്തു, ആന ഇവിടെ ഒന്ന് രണ്ടുപേരെ കൊന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇത് പാലപ്പള്ളി അപ്പുറത്താണ്, ഈ ഏരിയയിലില്ല. മറ്റേ ഹാരിസൺ എസ്റ്റേറ്റിൻ്റെ അവിടെ നിന്നൊരു പുള്ളിയാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ സന്ധ്യയ്ക്ക് മുന്നേ നേരത്തെ പോകണമെന്നൊക്കെ പറഞ്ഞു. ആന വന്ന് കൊല്ലുന്നുണ്ടായതല്ല, ശ്രദ്ധ കുറവുകൊണ്ട് പറ്റിപ്പോയില്ല. പിന്നെ ഈ കുട്ടികളുള്ള ആനന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ എപ്പോഴും മരങ്ങളുടെ ഇടയിൽ പോയി നിൽക്കാൻ അവർ ധൈര്യപ്പെടില്ല. കാരണം കാറ്റ് വീശുകയാണെന്നുണ്ടെങ്കിലോ നല്ല മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിലോ മരങ്ങളുടെ കമ്പോ ഇതൊക്കെ ഒടിഞ്ഞു വീഴാൻ ചാൻസ് കൂടുതലാണ് കുട്ടികളുടെ ദേഹത്തേക്ക്. മറ്റുള്ള ആനകളത് പ്രിവെന്റ് ചെയ്യും, വലിയ ആനകൾ. കുട്ടികൾക്ക് അത് താങ്ങാൻ പറ്റുന്ന വരില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, മരങ്ങളൊന്നും അധികമില്ലാത്ത സ്ഥലത്തിന് ഒഴിഞ്ഞ പ്രദേശത്ത്, അപ്പോൾ ഇതൊക്കെ ഒഴിഞ്ഞ പ്രദേശം, ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്.
ഇലകൾ മറ്റുള്ള ജീവികൾക്ക് ഭക്ഷണമാണ്. ഓ പിന്നെ ഉണങ്ങി തീരുമ്പോൾ അത് മണ്ണായിട്ട് മാറും. അങ്ങനെ പുതിയൊരു ഭൂമി ഉണ്ടാവാൻ മണ്ണായി വരുന്നുണ്ട്. ഈ വെള്ളച്ചാട്ട പേര് വല്ലതും ഉണ്ടോ? ചൂരത്തള. ചൂരത്തള. ഇവിടെ കാർബൺ എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ ഷൂട്ടൊക്കെ നടന്നിട്ടുണ്ട്. ഫഹദ് ഫാസിലിൻ്റെ. ഓ ഒരു പാട്ടത്തിന് അപ്പോൾ മഴക്കാലം ആകുമ്പോഴത്തേന് വെള്ളം കൂടുമ്പോൾ പിന്നെ ഇതിലെ വരാനൊക്കത്തില്ല. മഴക്കാലത്താണ് ശരിക്കും ആക്റ്റീവാകും. ഓ തണുപ്പ് കൂടിയതുകൊണ്ട് ഉള്ള സ്ഥലത്ത് രാജവമ്പാല പോലുള്ള പാമ്പുകൾ ഉണ്ടാവാം. പിന്നെ കരടി, കരിമ്പുലി, പിന്നെ കരിമ്പരങ്ങൾ, അതിനൊക്കെ ആവാസവ്യവസ്ഥയായി കാണുന്നത്. ഇത് എവർഗ്രീൻ അല്ലേ? മറ്റേത് അത് ഡ്രൈ ഫോറസ്റ്റ്. ഡ്രൈ ഫോറസ്റ്റ്. വരണ്ട കാടുകൾ. അപ്പോൾ ഈ വരണ്ട കാടിനകത്ത് കൂടുതൽ കാണാൻ എന്തോ സാധ്യതയുണ്ട്? കിളികൾ. ഓക്കെ. ഒരുപാട് കിളികൾ ഇതിനെ കാണാം. പിന്നെ ഈ ഉടുമ്പ്, പിന്നെ അതിന് അനുയോജ്യമായിട്ടുള്ള പാമ്പുകൾ. കിടുവേട. ഇങ്ങനെ വരച്ച് വെച്ചിട്ടാണ് ഇത് മാർക്ക് ചെയ്യുന്നത്? മാർക്കിങ് മാത്രമല്ല,
ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മീറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നഖത്തിൻ്റെ ഉള്ളിൽ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടും ചെയ്യുന്നതെന്നൊരു വാദം കൂടി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതിങ്ങനെ മാന്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ പശകളൊക്കെ ഉണ്ട്, ചടച്ചി എന്ന് പറഞ്ഞുള്ളൊരു മരം. അപ്പോൾ അവൻ്റെ നഖം കുറച്ചുകൂടി ക്ലീൻ ആവും, അതും കൂടെ പറയുന്നുണ്ട്. ഒരു ടെറിട്ടറിക്കകത്തപ്പോൾ വേറൊരു കടുവ വരത്തില്ലല്ലേ? 25 to 30 കിലോമീറ്ററാണ് ഒരു ടെറിട്ടറി കടുവയുടെ. അവന് ഭക്ഷണം കൂടുതലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ടെറിട്ടറി 15 or 20 ആവും. ഇവിടെ ഇപ്പം ഈ മാനില്ലാത്ത സ്ഥിതിക്ക് അപ്പോൾ കടുവയ്ക്ക് എന്തായിരിക്കും മെയിൻ ഭക്ഷണം? കടുവ കാട്ടുപോത്തിന് ഭക്ഷിക്കും. ഇവിടെ കാട്ടിയുണ്ട്? കാട്ടിയുണ്ട്. മാനുണ്ട് കേട്ടോ ഇവിടെ. ഉണ്ടല്ലേ? 4 ടൈപ്പ് മാനുകളുണ്ട്. പിന്നെ പത്മാർക്കുകൾ ആണ്, പെണ്ണാണോ ആണാണോ എന്ന് അറിയാൻ പറ്റും ഓരോ പത്മാർക്കുകൾ. അപ്പം നമ്മൾ ഈ 7 കടുവ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാമറ കിട്ടണമെന്നില്ലായിരുന്നു? ഇല്ല, മേ ബി കിട്ടുമായിരിക്കാം. ഇവിടെ അങ്ങനെ ഈ വയനാട്ടിലെ പോലെ ആൾക്കാർക്ക് ബുദ്ധിമുട്ട്, സമരവും ബഹളവും അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഈ ഏജ്ഡായിട്ടുള്ള അനിമൽസാണ്. ഇപ്പം അവർക്ക് വേട്ടയാടി പിടിക്കാൻ പറ്റില്ലല്ലോ, അതിന് അറ്റാക്ക് ചെയ്യുക. കടുവ പുലിയൊക്കെ അവർക്ക് ഒരു എരേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് ഹണ്ട് ചെയ്ത് പിടിക്കണം. അതാണ് അവരുടെ ശൈലി, രീതി. ഓടിച്ചിട്ട് പിടിക്കണം. അതാണ് കാട്ടിനും മാനിനൊക്കെ ഓടിച്ചിട്ട് പിടിക്കുന്ന നമ്മൾ കാണുന്നത്. ഈ മനുഷ്യനെ പിടിക്കുന്ന പ്രവണതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഏജ്ഡായിട്ടുള്ള കടുവയായിരുന്നു. രുദ്രൻ എന്ന് പറയുമ്പോൾ ഏജ്ഡായിട്ടുള്ള ഒരു കടുവയാണ്. 12-15 വയസ്സിനടുത്തേക്കാണ് പ്രായമെന്ന് പറയുന്നത്. അപ്പം അവന് ഓടിച്ചിട്ട് ഇര പിടിക്കാനായിട്ടുള്ള ശേഷിയില്ല. അവൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അതൊന്ന് കണ്ട് ദേഹത്തേക്ക് വീണു. ജീവിക്കണ്ട. പുലിയാ കഴുത്തിന് പിടിക്കുന്നത്? ദൂരെ കാണുകയാണ് അടിക്കുക ചെയ്യുക. അത്ര പവറാണ്. പിന്നെ വൈൽഡ് ഡോഗൊക്കെ ആണെങ്കിൽ തൊടയിലൊക്കെ അടിക്കുക. അത് ഈ മറ്റേ ഒരുമിച്ച് കൂട്ടമായിട്ട് ഓരോ അറ്റാക്കിങ് രീതിയാണ്. അതിൻ്റെ കഴിഞ്ഞിടയ്ക്ക് വയനാട്ടിലൊരു മ്ലാവിനെ റോഡിൽ നിന്ന് പിടിച്ചിങ്ങനെ ഒരു വീഡിയോ. അത് തന്നെ. ഭയങ്കര ട്രോളായിരുന്നു. സഹായിച്ചില്ല. നാട്ടുകാർ ഇടപെടണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വൈൽഡ് ഡോഗിന് ബിരിയാണി വാങ്ങി കൊടുക്കാൻ പറ്റും. അവർക്ക് അവരുടെ ഭക്ഷണം കഴിയും. മെയിനായിട്ട് ഈ പുലി ഇറച്ചി അങ്ങനെ ഡയറക്റ്റ് കഴിക്കും. കടുവയെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരേനെ പിടിച്ച് ആദ്യം അതിൻ്റെ ബ്ലഡ് കുടിക്കും, സക്ക് ചെയ്ത് കുടിക്കും. എന്നിട്ട് അതിൻ്റെ മീറ്റ് ഒരു ഇത്തിരി ജീർണിച്ചതിന് ശേഷം, അതായത് ഇറച്ചി എല്ലിന്ന് വിട്ടുപോയതിന് ശേഷം പതുക്കെ ഇങ്ങനെ നാളുകൊണ്ട് ഇങ്ങനെ നക്കി നുണഞ്ഞ് കഴിക്കുള്ളൂ, ഐസ്ക്രീം കഴിക്കുന്ന പോലെ. അതായത് ഒരു കാട്ടുപൂച്ചനെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു രാവിലെ പിടിച്ചതാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ആയിട്ടൊക്കെ കഴിക്കുള്ളൂ. അതുവരെ അവൻ ആ പരിസരത്തുണ്ടാവും. അങ്ങനെ ഏകദേശം 3 മണിക്കൂർ കൊണ്ട് നമ്മുടെ ട്രെക്കിംഗ് പ്രോഗ്രാം കഴിഞ്ഞു. മിനിമം 600 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അത് 3 പേർക്കാണ്. ഒരാളാണെങ്കിൽ കൂടി 600 രൂപ നമ്മൾ പേ ചെയ്യണം. പക്ഷേ സൈറ്റിംഗ് കിട്ടാൻ കൂടുതൽ ചാൻസ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ സൈക്ലിംഗ് പ്രോഗ്രാമിനാണ്. വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ വന്ന് സൈക്ലിംഗ് എടുത്താൽ പെർ ഹെഡ് 200 രൂപ മാത്രമേ ഉള്ളൂ.